കുറെ പേർക്ക് അറിയാം, നമ്മളിപ്പോ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒരു റീസൺ അതാണ്. ഞാൻ ആദ്യം കൂടുതൽ അനുഭവിക്കുന്ന കേസ് 2 കമന്റിലൊന്നും തളർന്ന് ഇപ്പൊ പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ലിറ്ററലി കരഞ്ഞുകൊണ്ട് 30 ദിവസം കഴിയുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും. അതാണ് എന്താണ് ഞാനിപ്പോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ എന്നെ ആരും ജഡ്ജ് ചെയ്യാനില്ല. ഇത്ര ഇഷ്ടമായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് ദുബായ് നമ്മൾ വിട്ടു. ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ളോഗിലേക്ക് അതിഗംഭീരമായ ഗൈസ്. അപ്പോൾ നമ്മൾ ദുബായ് വീഡിയോസ് ഇട്ട് തുടങ്ങിയതിന് ശേഷം പുതിയ സബ്സ്ക്രൈബേഴ്സും പഴയ സബ്സ്ക്രൈബേഴ്സും ആയിട്ടുള്ള കുറേ പേരുണ്ട്. അവർ വീഡിയോസിൻ്റെ അടിയിൽ കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളോട് കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എന്ന് പറയുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ഡൗട്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും കൂടി ഒറ്റ ഇതിലങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഒരു മനസ്സിലാവുമല്ലോ അല്ലെ? മനസ്സിലാവും. അതെ. അപ്പൊ നമ്മൾ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ചോദിച്ചത് ഇത്ര ഇഷ്ടമായിരുന്നിട്ട് കൂടി എന്തുകൊണ്ട് ദുബായ് നമ്മൾ വിട്ടു എന്നുള്ളതായിരുന്നു. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ബെറ്റർ ഒരു ജോലി കിട്ടിയപ്പോ അങ്ങനെ മാറേണ്ടി വന്നു. കറക്റ്റ്. നമ്മളൊരു 8 വർഷത്തോളം ദുബായിൽ ഉണ്ടായിരുന്നു. ഇവിടെ അബുദാബിയിലും ദുബായിലും ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. പല കമ്പനികളിലും ഞാൻ വർക്ക് ചെയ്തു. പല കമ്പനി വെച്ചാൽ 3 കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തു. ഇവിടെ എത്തി 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും യുവ എന്റെ കൂടെ വന്നു. ദുബായ് കല്യാണം കഴിഞ്ഞ് യുവ ഇങ്ങോട്ട് വന്നു. പിന്നെ ഒരു സുന്ദര വർഷങ്ങൾ ആയിരുന്നു ആക്ച്വലി. കറക്റ്റ്. അപ്പൊ 7 വർഷം ഇവ വരുന്ന ടൈമിൽ ഇവയ്ക്ക് ഒട്ടും കംഫർട്ടബിൾ ആയിരുന്നില്ല നാട്ടിൽ നിന്ന് വിട്ട് ഇവിടേക്ക് വരാനായിട്ട്. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടുത്തെ കംഫർട്ടും കാര്യങ്ങളും, പിന്നെ അത് മാത്രമല്ല അത് പിന്നെ വരും ക്വസ്റ്റ്യൻസിൽ വേണമെങ്കിൽ പറയാം ഇതുകൊണ്ടെന്നൊക്കെ. അപ്പൊ ഭയങ്കര കംഫർട്ടബിൾ ആയി. അതിനുശേഷമാണ് എനിക്ക് ഈ ഒരു 7 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൽ ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദുബായിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല. അത് ബെറ്റർ അത് അയച്ചാണ്ട് മറ്റെന്താ പറയാ, വേറെ ഗ്രോത്ത് മാത്രമല്ല അയച്ചാണ്ട് മെന്റൽ ഹെൽത്തിനും ആ ഒരു ജോലി ആ സമയത്ത് കറക്റ്റ് ആ സമയത്ത് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു. ഓക്കെ. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ് ഞാനിപ്പോ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഞാൻ ബേസിക്കലി പലരും വിചാരിച്ചിരിക്കുന്നത് എനിക്ക് പണിയൊന്നുമില്ല, ഞാൻ വെറുതെ വീഡിയോ എടുത്ത് നടക്കാം. അങ്ങനെ കുറെ കമന്റ് വന്നു, നിനക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ് വന്നു. അപ്പൊ അവരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് ജോലിയുണ്ട്, ഞാൻ വർക്കിംഗ് ആണ് ആക്ച്വലി. അപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് HR ഫീൽഡിലാണ്. പേറോൾ ആൻഡ് കോമ്പൻസേഷൻ ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. കഴിഞ്ഞൊരു 13 വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത് പലർക്കും അറിയാം, റിഗിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അത് കാരണം തന്നെ റിഗിലേക്ക് അവിടുത്തെ വർക്കിംഗ് കൾച്ചർ വെച്ച്, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ വെച്ച് ഒരിക്കലും നമുക്ക് ഫാമിലീനെ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. നമ്മളവിടെ പോയി വേണം വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കാരണം ഇവനെ എനിക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. എൻ്റെ വർക്ക് സൈറ്റിലേക്ക് എനിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിൻലി ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് അജയ്ച്ചന്റെ ഗ്രോത്ത്, കരിയർ ഗ്രോത്ത് മാത്രമല്ല, അജയ്ച്ചന്റെ മെന്റൽ ഹെൽത്തിലും ഈ മെന്റൽ ഹെൽത്തിലും ശാരീരികമായിട്ടുള്ള ഒരു എന്താ പറയാ, എന്താ അതായത് ആ ഹെൽത്തിനും എല്ലാത്തിനും അതായത് ചേഞ്ച് അത്യാവശ്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാത്രാട്ടോ എനിക്ക് അജയ്ച്ചന്റെ കരിയർ ഇനി ഗ്രോത്ത് ആയി പോകണം എന്നുള്ള ആഗ്രഹമൊന്നും ആ സമയത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഉണ്ട്, പക്ഷെ എന്റെ ആ കംഫർട്ട് ബ്രേക്ക് ചെയ്തിട്ട് അജയ്ച്ചന്റെ അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവ ഓട്ടോമാറ്റിക്കലി ഓക്കെ പറഞ്ഞു ഇവ നാട്ടിൽ നിൽക്കാം. കാരണം ഈ ഒരു ജോലിക്ക് ഇവനെ എനിക്ക് എന്തുകൊണ്ട് എന്റെ കംഫർട്ടിനേക്കാളും എന്റെ എല്ലാത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിരുന്നു അജയ്ച്ചന്റെ മെന്റൽ ഹെൽത്ത് ആൻഡ് ശാരീരിക ഹെൽത്ത് എന്നും എപ്പോഴും. യെസ്, മോഹൻലാലിന്റെ പടത്തിന്റെ പേര് പറഞ്ഞതാ. ഓക്കെ. അപ്പൊ അത് കാരണമാണ് സംഭവം. അപ്പൊ ഞാനിപ്പോ വർക്ക് ചെയ്യുന്നത് റിഗിലാണ്, ജോലിയുണ്ട്. അപ്പൊ ലീവിന് വരുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കുന്നു, അല്ലാത്തപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നു. ഇതാണ് സെറ്റപ്പ്. ഇപ്പൊ ഏകദേശം അതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്ത ചോദ്യം വരുന്ന വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് ഇത് അറിയാം. അങ്ങനെ അറിയാവുന്ന കുറെ പേര് നമ്മളോട് ചോദിക്കുന്നു എന്തുകൊണ്ട് ഇവയ്ക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിന്നുകൂടാ എന്നുള്ളതാണ് വേറൊരു ചോദ്യം. അത് ഞാനും ഇവയും ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് കുറെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു മനസ്സിൽ. അതെ, ഇവിടെ തന്നെ നമുക്കൊരു അപ്പാർട്ട്മെന്റ് എടുക്കാം. അതിനുശേഷം ഇവ അവിടെ നിൽക്കുന്നു, ഞാൻ വരുന്ന ടൈമിൽ ഇവിടെ ടൈം സ്പെൻഡ്. കാരണം ഇവിടെ ഭയങ്കര സേഫാണ്, ഒരാൾക്ക് ഒറ്റയ്ക്ക് നിൽക്കാം. എല്ലാ സ്ഥലത്തും സേഫ് ആണ്, എന്നാൽ ഇവിടെ കുറച്ചുകൂടി സേഫ് ആണ് നിൽക്കുന്ന കാര്യത്തില്. അപ്പോ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും. ഞാൻ നാട്ടിൽ ഒറ്റയ്ക്കാണ് നിൽക്കണേന്ന് പറയാൻ, അല്ലെങ്കിൽ വീട്ടിൽ ഞാൻ എപ്പോഴെങ്കിലും ഒറ്റയ്ക്കാണ്, മമ്മി പപ്പ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അയച്ചാൽ ഒരു 100 വിളി വിളിക്കും തന്നെ. ഓക്കെ അല്ലേ, അവിടെ അങ്ങനെയല്ലേ. പക്ഷെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ വിളിക്കും ഓഫ് കോഴ്സ്. പക്ഷെ അയച്ചാൽ ഞാൻ സേഫ് അല്ല എന്നുള്ളൊരിത്
ഇല്ല. എന്തുകൊണ്ടും അത് ഇവിടുത്തെ ഒരു കൾച്ചറും നേച്ചറും ആയതുകൊണ്ട്. ഇവിടെ ഉള്ളവർക്ക് അറിയാം എന്തുമാത്രം സേഫ് ആണ് ഈ ഒരു കൺട്രി എന്നുള്ളത്. അപ്പൊ ഒറ്റയ്ക്ക് എന്താ ഇവിടെ നിന്നൂടാ എന്ന് ചോദിക്കണവരോട് നമ്മൾക്ക് ഓപ്ഷൻസ് കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു മുൻപിൽ. നാട്ടിൽ നിക്കണതിന്റെ വെച്ച് ഇവിടെ നിൽക്കാം. ഇപ്പൊ കുറെ പേർക്ക് അറിയാം നമ്മളിപ്പോ മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഒരു റീസൺ അതാണ്. അപ്പൊ ഇവിടെ വന്ന് നിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ബ്രേക്ക് ആവും. അപ്പൊ എന്തായാലും കുറച്ച് നാൾ അവിടെ നിക്കാം എന്നുള്ള മൂഡില് അവിടെ നിൽക്കണതാണ്. അത് മാത്രമല്ല നമ്മൾ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോ ഫ്രണ്ട്സ് എല്ലാരും അടുത്താണെന്നുണ്ടെങ്കിലും ഇപ്പൊ അവരെ എല്ലാ ദിവസവും കാണണമെന്നോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് തന്നെ നമുക്ക് അപ്പാർട്ട്മെന്റ് കിട്ടണമെന്നോ അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ചിലപ്പോൾ കുറച്ച് ദൂരെ ആയിരിക്കാം. അപ്പൊ ഇവള് ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും. ഇപ്പൊ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവളുടെ വീട്ടുകാരാണെങ്കിൽ എൻ്റെ വീട്ടുകാരാണെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും അടുത്തടുത്തുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നാട്ടിൽ നിൽക്കാം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് നമ്മൾ എത്തുന്നത്. അത് കാരണമാണ് ഇവ ഇവിടെ നിൽക്കാതെ നാട്ടിൽ നിൽക്കുന്നത്. പിന്നെ കുറെ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവ നാട്ടിൽ നിൽക്കാൻ ഇത്ര അധികം വെറുക്കുന്നത്? വൈ ഷീ ഹേറ്റ്സ് എക്സൈറ്റ്മെന്റ് ആണ് യു എയിൽ വന്ന് നിൽക്കാനും. അവിടത്തെ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. ഇവ ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് ഓഫ് കോഴ്സ് ഉണ്ട്. അതല്ലെങ്കിലും ചിലവര് ഒരു നോട്ടം മതി, നമുക്ക് മനസ്സിലാവും അവരെന്താ ഉദ്ദേശിക്കണെന്നുള്ളത്. പള്ളിയിലാണെങ്കിൽ ആക്ച്വലി ഞാൻ ആരൊന്നും ചോദിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ 5:30 കുർബാനയ്ക്ക് പോകും രാവിലെ. കാരണം ആരും ഫേസ് ചെയ്യണ്ട. ഒരു പരിധി വരെ ആൾക്കാർ 5:30 കുർബാനയ്ക്ക് വരാറില്ല. അപ്പൊ ഞാൻ ആദ്യത്തെ കുർബാനയ്ക്ക് പോയിട്ട് അങ്ങനെ അതായത് ഞാൻ കുറെ ഒളിച്ചോടലുകൾ ഉണ്ട് അവിടെ. ഇവിടെ ആ പരിപാടി ഇല്ല. ഇവ ഒട്ടും അപ്പൊ ഇങ്ങനത്തെ നാടിന്റെ പ്രശ്നമല്ല ഇവ പറയുന്നത്, നാട്ടിലുള്ളവരുടെ പ്രശ്നമല്ല, ചില പെർട്ടിക്കുലർ ആളുകളുടെയും സിറ്റുവേഷൻസിന്റെയും പ്രശ്നമാണ്. ഇവയ്ക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷൻസ് വരും. ചില ഫാമിലി ഫംഗ്ഷൻസോ എനിക്ക് ഒരു എന്താ പറയാ ഇവിടെയാണെന്നുണ്ടെങ്കിൽ വഴിയില്ല. എനിക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റേത് അല്ല, വീട്ടുകാരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവള് നാട്ടിലുണ്ടല്ലോ, എന്താ വരാന് അവരോട് ചോദിച്ചു. പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ അതെ നിനക്ക് അത് കേട്ടേ മതിയാവുള്ളൂ. നിന്റെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടാണോ ഞാൻ എന്റെ മെന്റൽ ഹെൽത്ത് കളഞ്ഞത്. അപ്പൊ അതാണ് മെയിൻ. അതായത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ വേറെ ഇതോടെ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രവാസികളുടെ ഭാര്യമാരെ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഭർത്താവ് കൂടെ ഇല്ലാതെ ഒറ്റയ്ക്ക് നാട്ടിൽ നിൽക്കാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പിന്നെ എന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ കുറച്ചൊരു ബ്രേക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ റീസൺസ് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അനുഭവിക്കാത്ത ആൾക്കാർക്ക് ഇതൊരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയുന്നതും അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതാണ് കേസ് ആക്ച്വലി. അതുകൊണ്ടാണ് ഇവ ഒറ്റയ്ക്ക് നാട്ടിൽ നിൽക്കുന്നത് ഇത്ര അധികം ഇഷ്ടപ്പെടാതിരിക്കുന്നത്. മാത്രമല്ല എൻ്റെ ഒരു ഗ്രാഫ്, അതായത് ഇവിടെ നിന്നിട്ടുള്ള എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അത്രയും കംഫർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ കാരണം എന്താ, ഹസ്ബൻഡ് ജസ്റ്റിഫിനാണ്, അത്ര കംഫർട്ട് ഇല്ലാണ്ടിരിക്കില്ലല്ലോ. അതല്ലെന്നല്ല അതായിരിക്കും, അതല്ല ചേട്ടാ, ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. പിന്നെ ഒരു കമന്റ് ഞാൻ കണ്ടു, ബന്ധുക്കൾ കൂടുതലുള്ളവർക്ക് നിൽക്കാൻ അത് അമേരിക്ക ആണെങ്കിലും ദുബായ് ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ബുദ്ധിമുട്ട്. ശരിയാട്ടോ. നമ്മുടെ കൊളീഗ്സ് ആണെന്നുണ്ടെങ്കിലും വേറെ രാജ്യത്തു നിന്ന് ആൾക്കാരില്ല, അവരോട് ഞാൻ സംസാരിക്കുമ്പോൾ അവർക്കും ഉണ്ട് ഈ സെയിം ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. എല്ലായിടത്തും ഒരുപോലെയാണ് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്. ഇത് സ്ത്രീകളെ കുറിച്ചുള്ള ടോക്കായല്ലോ. ആക്ച്വലി അതാണ് മെയിൻ. അതായത് ഞാൻ ഇവിടെ അത്രയും കംഫർട്ടിൽ ഇരുന്നിട്ട് ഞാൻ ഈ നാട്ടിൽ പോയി നിൽക്കുമ്പോൾ ഞാൻ ചില എന്റെ ക്യാരക്ടർ കുറെ മാറിയില്ലേ. അല്ല ശരിക്കും ഞാൻ പണ്ട് എന്ത് മണ്ടത്തരങ്ങളൊക്കെ വിളിച്ച് പറയാം ഇവിടുത്തെ എന്റെ കസിൻസിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അജയ്ച്ചനോടൊക്കെ ഞാൻ ഒന്നും ഓർക്കാതെ ഞാൻ സംസാരിക്കുന്നു. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഇപ്പൊ ഒരു കാര്യം ഇപ്പൊ നാട്ടിലാണെങ്കിൽ പിന്നെ അത് മാത്രമല്ല ഞാൻ പറയട്ടെ, നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇവ ഒരു കാര്യം പറയുന്നേക്കാൾ മുമ്പ് 10 പ്രാവശ്യം ആലോചിക്കും ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന്. കാരണം ഇവളുടെ മനസ്സിൽ അതായത് ഞാൻ കാരണം ഇനി വേറെ ആൾക്ക് ഹർട്ട് ആവരുത്, മാത്രല്ല വേറെ ആളുള്ള ജഡ്ജും ചെയ്യരുത്. ഇങ്ങനെയുള്ള ചിന്തകളുള്ള തലയിൽ ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. ഇവിടെ എന്നെ ആരും ജഡ്ജ് ചെയ്യാനില്ല. ഇവിടെ ജഡ്ജിമാരില്ലല്ലോ, കോടതിയിൽ ജഡ്ജിയില്ല. ജഡ്ജിയില്ല ഇവിടുത്തെ കോടതിയില്, അതറിയില്ലേ? നാട്ടിൽ നിന്ന് കുറച്ചൊക്കെ വിവരം വെച്ചെന്ന്. ഇവിടെ സത്യം പറയാലോ, പണ്ട് ഇവിടെ ഞാൻ എന്റെ ബ്രെയിൻ യൂസ് ചെയ്യാറില്ല. അവിടെ ഞാൻ എന്റെ ബ്രെയിൻ മാത്രല്ല എന്റെ പലതും എന്താ പറയാ, അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ ചുറ്റുമുള്ളവരെ ഒട്ടും ഭയങ്കര മോശം, എന്നെ ഭയങ്കരമായിട്ട്
പീഡിപ്പിക്കുന്നു, എന്നെ ബുദ്ധിമുട്ട്, ആ ഒരു അർത്ഥത്തിലല്ല. ഞാൻ ഇവിടെ വന്നിട്ടുള്ള ആ ഒരു കംഫർട്ട് മാക്സിമം ഉള്ള 30 ദിവസം അതിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് അവിടെ പോയിട്ട് അവിടെ ഉള്ളവർ ചുറ്റുമുള്ളവരൊന്നും അല്ലെങ്കിൽ എന്നോട് വന്നിട്ട് ഇങ്ങനെ അങ്ങനെ ഹേർട്ട് ചെയ്യലൊന്നുമില്ല. പക്ഷെ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒറ്റപ്പെടുന്ന ഫീൽ എനിക്ക് തോന്നും വായിച്ചാണില്ലാത്ത. ആരും വേണമെന്ന് വെച്ച് ഇവിടെ ഹർട്ട് ചെയ്യുന്നില്ല കേട്ടോ. അവര് പറയുന്ന പല കാര്യങ്ങളും അവരറിയാതെ എനിക്ക് ഹർട്ടാണ്. എന്റെ കുഴപ്പം അവരുടെ കുഴപ്പമല്ല. അല്ല, എന്റെ കുഴപ്പമെന്ന് എനിക്കറിയാം. അതായത് നമ്മള് ഗോത്രൂ ചെയ്യണ കാര്യങ്ങൾ വെച്ച് ചിലപ്പോ ഇവര് പറയുന്ന കാര്യത്തിനായിരിക്കില്ല ഹർട്ടായിട്ടില്ല. നമ്മൾ ഓൾറെഡി ഹർട്ടായിട്ടിരിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ പറയുമ്പോ അത് കൂടും അങ്ങനെയൊക്കെ. ഇനി അടുത്ത ചോദ്യം അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭാവിയിൽ അതായത് ഗോയിങ് അഹെഡ് ഇനിയിപ്പോ നമ്മളിവിടെ സ്ഥിരമായിട്ട് സെറ്റിൽ ചെയ്യുകയാണോ അതോ നിങ്ങൾ നാട്ടിൽ തന്നെ ആയിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. അതിന് ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ ചോദിക്കണം, ഞാൻ ആൻസർ കറന്റ്ലി അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. എനിക്ക് പറ്റണില്ല, ബുദ്ധിമുട്ട് അത്രയും ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരും. അതല്ല, ബാക്കിയെല്ലാം കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് സെറ്റ് ആവാണെന്നുണ്ടെങ്കിൽ അവിടെ അങ്ങ് സെറ്റ് ആവും. അതായത് ഇപ്പൊ തൽക്കാലം ഇപ്പൊ നമ്മൾ വിചാരിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നാട്ടിൽ നിൽക്കുക എന്നുള്ളതാണ്. ദുബായിലേക്ക് തിരിച്ച് വരാൻ നമുക്ക് ആഗ്രഹമാണെന്നുണ്ടെങ്കിലും ഈ മുൻപ് പറഞ്ഞ കുറെ സിറ്റുവേഷൻസും നിങ്ങളോട് പറയാത്ത കുറെ സിറ്റുവേഷൻസും കാരണം നമുക്ക് നാട്ടിൽ നിന്ന് ദുബായിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാനായിട്ട് സാധിക്കില്ല ഇതുവരെ. പിന്നെ നമ്മുടെ അടുത്ത് ചോദിച്ചു, എല്ലാ കൊല്ലം വരുമായിരിക്കും അല്ലേ വെറുതെ? അത് നമ്മൾ തീരുമാനിച്ചിട്ടില്ലല്ലോ. ഞാൻ പണ്ടൊക്കെ വർഷത്തിലൊരിക്കലും വെക്കേഷൻ നാട്ടിലേക്ക് പോവാന്ന് പറയും. ഇപ്പൊ വർഷത്തിലൊരിക്കലും വെക്കേഷൻ ഇങ്ങോട്ട് വന്നാൽ മതി. വേറെ ഒരു രാജ്യത്തും പോകാൻ ഇവൾക്ക് താല്പര്യമില്ല. സത്യം പറഞ്ഞ ഇപ്രാവശ്യം ഞാൻ ഇവളുടെ അടുത്ത് കുറെ ഓപ്ഷൻസ് കൊടുത്തു. ഇവിടെ പോണോ, അവിടെ പോണോ, അവിടെ പോണോ. ബട്ട് ഒറ്റൊരു ഉത്തരം അവളുടെ ഉണ്ടായിരുന്നുള്ളൂ, ദുബായ്. ഞാൻ ചോദിച്ചാൽ ഓക്കെ, ദുബായിൽ നമുക്ക് ഇത്ര ദിവസം നിൽക്കണ്ട, പകരം നമുക്കൊരു 10 ദിവസം ദുബായിൽ നിൽക്കാം, അല്ലെങ്കിൽ ഒരു 15 ദിവസം ദുബായിൽ നിൽക്കാം, എന്നിട്ട് വേറെ എവിടേക്കെങ്കിലും പോണോ? വേണ്ട, ദുബായ്. ഈ ദുബായിൽ എന്താ ഇത്ര കൈവശം തന്നിരിക്കണെന്ന് എനിക്കറിയില്ല. ബട്ട് നൗ ഐ ക്യാൻ ഫീൽ, എനിക്കിത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ എവിടെ പോയാലും കംഫർട്ടാണ്, അത് എനിക്ക് തോന്നുന്നു. കംഫർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ അനുഭവിക്കുന്ന സ്ട്രെസ് എനിക്കില്ല. ഈ ഒരു സിറ്റുവേഷൻ പല സിറ്റുവേഷനിലും വീണ്ടും ജനറലൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൽ ഫീമെയിൽ ഡിഫറൻസ് ഇല്ല എന്നിരുന്നാൽ കൂടി നമ്മുടെ നാട്ടിൽ മെയിൽസ് അനുഭവിക്കുന്ന പല സ്വാതന്ത്ര്യവും ഫ്രീഡവും ഫീമെയിൽസിന് ഇല്ല എന്നുള്ളത് വളരെ ഈസി ആയിട്ട്, വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. കുറവൊന്നും എനിക്കില്ലട്ടോ. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും ഫീമെയിൽസ് ഫേസ് ചെയ്യേണ്ടി വരും, പക്ഷെ മെയിൽസ് അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ പുതിയൊരു ജനറേഷനിൽ അങ്ങനെ ഒരു ഡിഫറൻസ് ഇല്ല. മെയിൽ ഫീമെയിൽ അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരെല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ വളരെ കൃത്യമാണ് അല്ലെ? ഞാനും അതാ ഇപ്പൊ ചിന്തിക്കണേ. പിന്നെ കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് നമ്മളിവിടെ സെറ്റിൽ ആവാൻ വേണ്ടി വന്നിരിക്കുകയാണ്, ജോബ് ഹണ്ടിന് വേണ്ടി വന്നിരിക്കുകയാണ് കുറെ പേര് വിചാരിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇപ്പൊ തൽക്കാലം നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ആക്ച്വലി വെക്കേഷനാണ്, വെക്കേഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് UAE വന്നിട്ടുള്ളത്. വെക്കേഷൻ തീരുമ്പോൾ 30 ദിവസം നമ്മൾ ഓൾറെഡി പറഞ്ഞു, 30 ദിവസം കഴിയുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും. അതാണ്. പിന്നെ നമുക്ക് വന്നൊരു ചോദ്യം വെച്ചാൽ, എന്തുകൊണ്ടാണ് ഇവയ്ക്ക് UAE ഇത്രയധികം ഇഷ്ടം? UAE ഇഷ്ടപ്പെടാൻ കാരണം ഈ പറഞ്ഞ മുൻപിൽ പറഞ്ഞ കുറേ കംഫർട്ട് കാര്യങ്ങള്, സുഖം, സന്തോഷം എല്ലാം ഉണ്ടെങ്കിലും UAE എന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ വരുന്ന കുറേ മുഖങ്ങളുണ്ട്. ഇപ്പൊ അജയ്ച്ചാന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അജിത്ത്, നിതിൻ, മീനു, അഞ്ജു, രാജേഷ് ഏട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അവരും പിന്നെ നമ്മളിവിടെ വന്നിട്ട് നമ്മള് ഉണ്ടാക്കിയെടുത്തൊരു ലോകമുണ്ട്. അങ്ങനെ പറയാൻ വേണമെങ്കിൽ ഒരു സ്മോൾ ബോക്സ് ഫാമിലി. അതാണ് സ്മോൾ ബോക്സ് അല്ല കേട്ടോ, ചിക്കൻ ബോക്സ്. സ്മോൾ ബോക്സ് ഫാമിലി, ഒരു കുട്ടിപ്പെട്ടി. നമ്മുടെ യൂട്യൂബർ നമ്മൾ ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് ചെയ്തൊരു, അത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പേരാണ്, ഒരു സ്മോൾ ബോക്സ്. അതെനിക്ക് തോന്നുന്നു റിജു എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടെന്ന് അറിയില്ല. ചെയ്തിട്ടില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടില്ല. ബട്ട് എനിക്കിപ്പോ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ ബോക്സ് എപ്പോഴും സ്മോൾ ആണ് ഗൈസ്. ആ സ്മോൾ ബോക്സിന്റെ അകത്തേക്ക് പുറത്തുനിന്ന് ഒരാളോ ഇതിന്റെ അകത്തൊരാളോ പുറത്തേക്കോ നമ്മൾ കടത്തി വിടാറില്ല. ആ ഒരു ബോക്സ് എന്ന് വെച്ച് നമ്മൾ ഫുൾ ടൈം വിളിച്ചുകൊണ്ടിരിക്കുക, വിഷമങ്ങൾ പറയാ, വിഷമങ്ങൾ പറയാറുണ്ട് കേട്ടോ, അത് പറയാ, സന്തോഷങ്ങൾ പങ്കുവയ്ക്കുക, അതും ഉണ്ടാവാറുണ്ട്. പക്ഷെ എപ്പോഴും എല്ലാ ദിവസവും കോണ്ടാക്ടിൽ ഇരിക്കുന്ന ഫ്രണ്ട്സ് അല്ല ഞങ്ങള്. പക്ഷെ വിന്നി പറയാറുള്ള പോലെ നമ്മൾ എവിടെ നിർത്തി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ നമ്മുടെ ഷറഫ്ക പറയും,
നമ്മള് കോളേജ് ലൈഫൊക്കെ എൻജോയ് ചെയ്തിട്ട് പിന്നെ ഈ നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സീനിയേഴ്സ് പടം പോലെ വീണ്ടും കോളേജിൽ ചേരാൻ. അല്ല നമ്മൾ ഈ ഗ്യാങ് ഒക്കെ ഉണ്ടായതിനു ശേഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫ്രണ്ട്സ് ആയതിനു ശേഷം നമ്മൾ ഒരിക്കലും വിചാരിക്കണില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞു, ഇവിടെ ജോലിയായി, എല്ലാവരും കുട്ടികളായി, കുറച്ച് പേർക്ക് അങ്ങനെയൊക്കെ ഇരിക്കണ സമയത്ത് പിന്നെ അത് സ്പ്ലിറ്റ് ആവുമെന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. ഫസ്റ്റ് സമീൽക്കും പാത്തു നാട്ടിക്ക് പോയി, പിന്നെ റിജോ ചേട്ടനും ചിക്കും നാട്ടിൽ പോയി, പിന്നെ കാനഡയ്ക്ക് പോയി, പിന്നെ ഞങ്ങള് പോയി. ഇതൊരിക്കലും സ്പ്ലിറ്റ് ആവുന്ന ആ സമയത്ത് നമ്മള് നമുക്ക് വീക്കെൻഡ് ഒക്കെ പെരുന്നാളാണ്, തൃശ്ശൂർ പൂരാണ് ഇവിടെ. അതായത് ഓരോ വീക്കെൻഡ് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഓരോ വീക്കെൻഡ് നമ്മൾ ഓണം, വിഷു, ക്രിസ്മസ്, റംസാൻ എന്ന് വേണ്ട ഈദ് എല്ലാ പരിപാടിയും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. ഇത് ആക്ച്വലി വിളിക്കും ഓണാണ് കേട്ടോ, വരണം കേട്ടോ, അങ്ങനെയില്ല. ഓണാണോ രാജേഷന്റെ വീട്ടില്, ഈദാണോ വിന്നിയും പാത്തു, ക്രിസ്മസ് ഈസ്റ്റർ ആണോ ഞാനും ചിക്കു, അത് വിളിക്കാറുണ്ട് ഓഫ് കോഴ്സ്. പക്ഷെ എന്നാലും നമുക്കറിയാം ഓക്കെ ഇന്ന സ്ഥലത്ത്. ഒരു കാര്യം കൂടി എടുത്തു പറയാട്ടോ, ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പരിപാടികൾ ആഘോഷിക്കാറുള്ളത് രാകേഷിന്റെ വീട്ടിലാണ്. അതിപ്പോ വിഷു ആണെങ്കിലും ഓണം ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ക്രിസ്മസും അവിടെ ആഘോഷിച്ചു വരും. കാരണം അത്ര കംഫർട്ടാണ് അവന്റെ വീട്ടില്. എല്ലാവരുടെ വീട്ടിലും കംഫർട്ടാണ്, എല്ലാവർക്കും സങ്കടവും. പക്ഷെ കുറച്ചും കൂടി നമ്മള് അതെന്തോ നമ്മളാ ഹോളിലൊക്കെ ഇങ്ങനെ അതായിരിക്കും ചിലപ്പോ അവിടെ ഇരുന്ന് ഇപ്പൊ യൂനോ കളിക്കുന്നതാണെന്ന് ബാക്കി എല്ലാ കാര്യം. അവന്റെ വീടെന്ന് വെച്ചാൽ നമുക്കൊരു സത്രമാണ്. അതെ, ഭയങ്കര. ശരിക്കും രാകേഷ് നമ്മളിവിടെ നിർത്തി പോന്നപ്പോ ഉണ്ടല്ലോ, രാജേഷ് ഏട്ടനും നേരത്തെ പറഞ്ഞപ്പോ മിക്സ് ആണ്. രാകേഷ് ഏട്ടനും നമുക്ക് തന്ന ഒരു ഫ്രെയിമില്ലേ, ഞങ്ങള് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ആയ സമയത്ത് ഏതോ ബർത്ത്ഡേക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് എന്തോ നമ്മുടെ രാജേഷ് ഏട്ടനും യമും കൂടെ നമുക്കൊരു വലിയ ഫ്രെയിം തന്നിരുന്നു. മറ്റേ ജയാ ബച്ചനും അമിതാഭ് ബച്ചനും കൂടെ ഇങ്ങനെ നിക്കണ പോലത്തെ ഒരു വലിയൊരു ഫ്രെയിം എന്റെ അയച്ചേട്ടന്. അത് അവനെടുത്ത ഫോട്ടോ. കൊറേ സാധനങ്ങൾ നമ്മൾ നിർത്തി പോന്നപ്പോ അവരെടുത്ത ഫോട്ടോ ആണ്. ശരിയാണ്. കൊറേ സാധനങ്ങൾ നമ്മൾ നിർത്തി പോന്നപ്പോ കളയേണ്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഭാസ്കറിന്റെ ഉപേക്ഷിക്കേണ്ടി വന്നെങ്കിലും ഞാൻ ലിറ്ററലി കരഞ്ഞുകൊണ്ട്, അതായത് അത്രയും വലിയ ഫ്രെയിം നമുക്ക് ഒരിക്കലും അത് നാട്ടിലേക്ക് എടുത്തു വേണമെങ്കിൽ ഷിപ്പൊക്കെ ചെയ്യണം. ആ സമയത്ത് എനിക്ക് അറിയില്ല, വിഷമമാണ്. കാരണം അവരത്ര എനിക്ക് ഓർമ്മയുണ്ട്, അവര് ഡിസ്കവറി ഗാർഡനിൽ വെച്ചിട്ട് നമുക്ക് കൊണ്ട് തന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അത് കളയേണ്ടി വന്നപ്പോ എനിക്ക് ഭയങ്കര, അതായത് ഞാൻ അത് എടുത്ത് കളയേണ്ടി ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അങ്ങനെ കാർഗോ ചെയ്യാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല. ആ സമയത്ത് ഞാൻ എന്താ ചെയ്തെന്നറിയോ, കേക്ക് ഒരു കുഞ്ഞ് ചുറ്റിക വെച്ചിട്ട് ഇങ്ങനെ വെട്ടി ചില്ലൊക്കെ കളഞ്ഞ് അതുകൊണ്ട് അത് റോൾ ചെയ്ത് ഇങ്ങനെ വെച്ചു. അതായത് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ. ആ പെട്ടിയിലൊന്നും വെക്കാൻ പറ്റില്ല, അത് മടക്കി ഒന്നും ശരിയാവില്ല. ഞാൻ അവസാനം അത് കളയും. പിന്നെ ഞങ്ങളുടെ ഫോട്ടോ കൊണ്ട് വേറെ ഇറക്കും, ഡമ്പിന്റെ സൈഡിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അതങ്ങനെ എടുത്ത് കളയാം. അത് ഭയങ്കര ആ ഒരു സംഭവം കളഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ ഭയങ്കര ഓക്കെ. അപ്പൊ ഇനി പറയാമെന്ന് പിന്നെ ഒരു കാര്യം എടുത്തു പറയണം. ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ ചിലപ്പോൾ ഇവ ഭയങ്കര കൂടുതലായിട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടാവും. ഇവനെ ബ്രേക്ക് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, എന്നെ ബ്രേക്ക് ചെയ്ത് ഇവ പറഞ്ഞിട്ടുണ്ടാവും. അത് മെമ്മറീസും കാര്യങ്ങളും പറയാനുള്ളതുകൊണ്ടാണ്. അതെ, ഇപ്പൊ തന്നെ ഇവള് ബ്രേക്ക് ചെയ്തില്ലേ. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ വേറൊരാൾക്ക് പറയാൻ അവസരം കൊടുക്കാത്തതല്ല. കുറെ പേര് ഇതൊക്കെ ജഡ്ജ് ചെയ്യാനിരിക്കും. അമ്മോ ജഡ്ജിമാരെ കൊണ്ട് തോറ്റ്. അപ്പൊ ഇതൊക്കെ ജഡ്ജ് ചെയ്യാൻ നിന്നെ വീണ്ടും ജഡ്ജ് ചെയ്യും. ഇതൊക്കെ ജഡ്ജ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. അപ്പൊ അത് കാരണം പറയാ, അത് അങ്ങനെയല്ല. നമ്മൾ ഇമോഷണലി സംസാരിക്കുമ്പോൾ ആരാണ് ആദ്യം പറഞ്ഞ ആരാണ് രണ്ടാമത് പറയണത് നമ്മൾ ചിന്തിക്കില്ല. അത് കാരണം പല ബ്രേക്കുകളും കട്ടുകളും ഇതിന്റെ ഇടയിൽ വരുന്നത് അല്ലേ. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ UAE വിട്ടുപോവാൻ ഇവയ്ക്കാണെങ്കിലും എനിക്കായാലും ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സിറ്റുവേഷൻസ് ആണ് ഓരോരുത്തർ എത്തിക്കുന്നത്. ഇപ്പൊ റിജോനും ചിക്കുവിനെയും കാനഡയിൽ എത്തിച്ചതും അവരുടെ സിറ്റുവേഷൻ ആണ്. നമ്മളെ വേറെ ഇവളെ ഇന്ത്യയിൽ എത്തിച്ചത് വേറൊരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ. നാളെ എന്തെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കാം. ബട്ട് കറന്റ് സിനാരിയോയില് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. ഒരു വൈൽഡ് ഗസ്റ്റിൽ പോലും ഒരറ്റത്ത് പോലും ഇല്ല തിരിച്ചിവിടെ വന്ന് പറയാൻ പറ്റില്ലടാ. എല്ലാം മുകളിലിരിക്കുന്നോന്റെ കയ്യിൽ നിന്ന് അന്നും ഇന്നും എപ്പോഴും വിശ്വസിക്കും. പിന്നെ കൊറേ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ മാനിഫെസ്റ്റേഷനെ കുറിച്ച് പഠിച്ചുകൊണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ വരട്ടെ. മാക്സിമം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നല്ലതുപോലെ ഞങ്ങൾക്ക് എന്താണോ നല്ലത് അതെ, നമ്മളെപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും ബെറ്റർ. അതായത് ഇന്നത് വേണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നേക്കാളും നല്ലത് നമുക്ക് എന്താണോ നല്ലത് അത് സംഭവിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിരിക്കും ബെറ്റർ. ഹെൽത്ത് പണയം വെച്ചിട്ടുള്ള കുറച്ച് കളികളില്ലേ, അതാണ് പ്രശ്നം. അത്രേ ഉള്ളൂ ഗൈസ്. അതുകൊണ്ടുള്ള സന്തോഷമാണ് ഇവിടെ വന്നപ്പോൾ ഉള്ള ഒരു വിഗിളിപ്പും
ബഹളവും ഞാൻ മാക്സിമം കുറയ്ക്കാൻ ട്രൈ ചെയ്യാം കേട്ടോ. അത് കുറയില്ല ഗൈസ്, കാരണം എന്തായാലും ഇവളുടെ അല്ല എന്റെ മനസ്സിൽ ഇപ്പൊ എന്താണെന്നറിയോ, 30 ദിവസം അല്ലേ ഇവളുടെ മനസ്സിൽ ഓൾറെഡി, അതാ ഞാൻ പറയാൻ വന്നത്, ഇവളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. ഞാൻ ലീവർ പറ. ഓക്കെ ശരി, ഇവളുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട് 30 ദിവസമാന്നുള്ളത്. അപ്പൊ ഈ 30 ദിവസമാന്നല്ല 30 ദിവസം ഉള്ളൂ. എന്നാ പറയടാ നീ. പാത്തുനോട് പിന്നീട് 30 ദിവസം ഇല്ലേ, അവർ 30 ദിവസം ഉള്ളൂ. അങ്ങനെ എനിക്ക്, അതായത് എനിക്ക് പോരാ. പറ ഇതാണ് പറയാൻ വന്നത്. അതായത് മാക്സിമം മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാ, ഹാപ്പി ആയിട്ട് പോവാ. അതിനാണ് ഞാൻ ഈ കിടന്ന് തുള്ളണേ. പിന്നെ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു വെകിളിപ്പ്, തുള്ളല്, നിങ്ങൾ പറയുന്ന ഈ തലതെറിച്ച് സംസാരിക്കുന്ന ഓവർ, ഇതൊക്കെ ഈ ഒരു 30 ദിവസമുള്ള ഇവയിലെ എനിക്ക് കാണാൻ പറ്റുള്ളൂ. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവള് വീണ്ടും പഴയ പോലെ ആകും, എനിക്കറിയില്ല. അപ്പോൾ ഇതിനിപ്പോൾ ഇതാണ് ഓവറാണ്, അതൊന്നും പറയേണ്ട കേസ്. അവൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങോട്ട് പോട്ടെ, ഒരു കടിഞ്ഞാനില്ലാത്ത കുതിരയെ പോലെ. തള്ള സൈലന്റ് ആയിട്ടോ. എന്താ പറയാ, വേറെ എന്തെങ്കിലും വിട്ടോന്ന് ആലോചിച്ചു. ഒന്നും ഉണ്ടാവില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഞാൻ ചോദിച്ചോട്ടെ. ഒരു കമന്റ് ചോദിച്ചോട്ടെ, ഒരു കമന്റ് വന്നായിരുന്നു, എന്താ നിങ്ങൾ ദുബായ് അടിപൊളി, ദുബായിൽ നിൽക്കാൻ ഇഷ്ടം എന്ന് പറയുമ്പോ വീട്ടുകാർക്ക് ഞങ്ങളാവില്ലേ? അങ്ങനെ കമന്റ് ഉണ്ടായിരുന്ന? എന്റെ വീട്ടിൽ ആക്ച്വലി ഞാൻ എവിടെയാണോ ഹാപ്പി ആയിട്ട് കൂടുതൽ ഇവിടെ നിൽക്കുന്നതാണ് അവർക്കും ഇഷ്ടം. ഞാൻ അത് എന്റെ ശല്യം കൊണ്ടാണോ അതോ എന്റെ സമാധാനം വിചാരിച്ചിട്ടാണോ എന്ന് എനിക്കറിയാം. എന്റെ സമാധാനം വിചാരിച്ചിട്ടായിരിക്കും ഇവിടെ നിൽക്കുന്നതാണ് ഇഷ്ടം. അത് എന്റെ വീട്ടുകാർക്ക് സങ്കടമാവണം എന്തിനാ, അല്ലെങ്കിൽ അയച്ചോണ്ട് വീട്ടുകാർക്ക് സങ്കടമാവണം എന്തിനാ? ആക്ച്വലി നമ്മളൊരു പ്രായം എത്തി, ഇപ്പൊ നമ്മളുടെ കരിയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒബ്വിയസ്ലി ചിലപ്പോൾ വീട്ടുകാർക്ക് വിഷമം ഉണ്ടാവുമായിരിക്കും. നമ്മൾ ക്ലോസ് ആയിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് അവരുടെ അടുത്ത് വേണമെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കും. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ അവർ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ മക്കൾ നന്നായിരിക്കണം എന്നുള്ളതായിരിക്കും. അപ്പൊ അത് ഇവിടെയാണ് നമ്മൾ നന്നായിരിക്കണം എന്ന് വെച്ചാൽ ഒബ്വിയസ്ലി യെസ്, നിങ്ങൾ അവിടെ പോവാ നന്നാവാന്ന് മാത്രമേ പറയുള്ളൂ. മമ്മി കഴിഞ്ഞ പ്രാവശ്യം അജിച്ചോണ്ട് പറഞ്ഞില്ലേ, അവൾ ആകെ കിളിപ്പോയിരിക്കാം, പറ്റാണെങ്കിൽ വെയിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞിരുന്ന, മറന്നുപോയാ? ഞാൻ മറന്നു പറഞ്ഞു. അവളെ പറ്റാണെങ്കിൽ ഒരു ചേഞ്ചിനൊക്കെ നിങ്ങളൊന്ന് പോയിട്ടൊക്കെ വായൊന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങൾക്കും നിങ്ങൾ കമന്റ് ചെയ്ത പല കാര്യങ്ങൾക്കുള്ളൊരു മറുപടി എന്നോണുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചിലർക്ക് ചിലപ്പോൾ ശരിയായി തോന്നാം, ചിലർക്ക് ചിലപ്പോൾ ശരിയായി തോന്നിയില്ല എന്ന് വരാം. ബട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ പെർസ്പെക്റ്റീവിലല്ലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് കറക്റ്റ് ആയി തോന്നുന്നു. അല്ല അങ്ങനെ എന്താ പറയാ, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ ശരിയല്ലാത്ത കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ബട്ട് 100-ൽ ഒരു 2-3 പേരെങ്കിലും ഇതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുന്നവരുണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്നവരോട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അറൊന്നുമില്ല, ഞാൻ ആദ്യം കൂടുതൽ അനുഭവിക്കുന്ന കേസ് 2 കമന്റിലൊന്നും തളർന്ന് ഇപ്പൊ പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ, എല്ലാവിധ നന്മകളും സന്തോഷങ്ങളും നമ്മൾ നേരുന്നു. അടുത്ത വീഡിയോ നാളെ ഉച്ചയ്ക്ക് 12 മണി ഇന്ത്യൻ സമയം, അതായത് UAE സമയം 10:30 നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പൊ നാളെ കാണാം ഗൈസ്. അതുവരേക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ഇവിടെ ചെയ്തു തീർക്കേണ്ട കുറെ കാര്യങ്ങൾ നമുക്കുണ്ട്, കുറെ ആഗ്രഹങ്ങളൊക്കെ ആയിട്ട് വന്നേക്കണേ. അതൊക്കെ നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് ചെയ്തു തീർക്കണം. യെസ്, ബൈ, താങ്ക് യു.